ഗസയിൽ 15 രക്ഷാപ്രവർത്തകർക്ക് വിലങ്ങിട്ട് ഒരു കുഴിയിൽ തള്ളി കുഴിച്ചുമൂടി കൊന്ന ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ലോകത്തിൻ്റെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. റെഡ് ക്രസന്റ്, ഫലസ്തീൻ സിവിൽ ഡിഫൻസ്, ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ 15 അടിയന്തര സഹായ പ്രവർത്തകരുടെ മൃതദേഹമാണ് ഗസ മുനമ്പിൻ്റെ തെക്കൻ ഭാഗത്തുള്ള റഫേൽ നിന്ന് കണ്ടെടുത്തത്. മൃതദേഹങ്ങൾക്കൊപ്പം ആംബുലൻസുകളും സന്നദ്ധ സഹായ ഉപകരണങ്ങളും ഇസ്രായേൽ കുഴിച്ചിട്ടിരുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ കൈകളും കാലുകളും കെട്ടിയിട്ടിരുന്നു. തലയിലും നെഞ്ചിലും വെടിയേറ്റ മുറിവുകളും കണ്ടു. ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്കിരയായ 15 സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹവും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു. വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗസയിൽ ആക്രമണം തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് മാർച്ച് 23-നാണ് ഇവരെ കൊന്ന് മൃതദേഹം കൂട്ടക്കുഴിമാടത്തിൽ തള്ളിയത്. 23-ന് പുലർച്ചെ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ രക്ഷയ്ക്കെത്തിയ സന്നദ്ധ പ്രവർത്തകരുടെ ആംബുലൻസിന് നേരെയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിവെപ്പ്. പ്രവർത്തകർ കൊല്ലപ്പെട്ടതറിഞ്ഞ് രണ്ടാമത്തെ സംഘം ഇവിടെ എത്തി. ആംബുലൻസുകളും കാറുകളും ഉൾപ്പെട്ട ഈ സംഘത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഏത് യുദ്ധമുഖത്തും അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകർ സുരക്ഷിതരായിരിക്കും. പക്ഷേ ഇസ്രായേൽ എല്ലാ മര്യാദകളും ലംഘിക്കുകയാണ്. സംഭവത്തെ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചു. ഉടൻ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാണ് UN ആവശ്യപ്പെട്ടത്. ഇസ്രായേലിനെതിരെ റെഡ് ക്രോസും കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നു. വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികരണങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ്.